അല്ല, ഇവിടെ യഥാർത്ഥ മത്സരം UDF-ഉം കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയും തമ്മിലാണ്. അതാണ് കറക്റ്റ്. കാരണം ഞാനിവിടെ ഫീൽഡിൽ ഫുൾ ടൈം ഉള്ള ഒരാളാണല്ലോ. അപ്പോൾ അത് ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരാൾ ഞാനാണ്. മറ്റവർ രണ്ടും പറഞ്ഞത് തെറ്റാണെന്നല്ല. അപ്പം KM പറഞ്ഞതാണ് നമുക്ക് എല്ലായിടത്തും പറയാൻ ഇഷ്ടമുള്ളത്. ഇപ്പോൾ BJP ഏതെങ്കിലും മണ്ഡലത്തിൽ രണ്ടാമതെങ്കിലും എത്തുന്നു എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ നമുക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടെങ്കിൽ LDF-ആയിട്ട് തന്നെ മത്സരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് പെർസെൻറ്റേജ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന CPM ഇത്തവണ ചിഹ്നം പോലും നിർത്തിയിട്ടില്ല. അതായത് വോട്ടിൻ്റെ ഫ്ലോ ഉണ്ടായിക്കോട്ടെ. ഇപ്പം കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി എന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് വെറുതെ പറയുന്നതല്ല. അതിവിടെ നടക്കുന്ന രാഷ്ട്രീയ കൂട്ടായ്മയാണ്. BJPക്ക് സഹായിക്കാൻ, BJP ജയിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുകയല്ലേ. ഞാൻ ചോദിച്ചോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ കാൻഡിഡേറ്റ് BJPയോ BJP കാൻഡിഡേറ്റിനെയോ അറ്റാക്ക് ചെയ്യുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാമോ? ഇത് നിരന്തരമായിട്ട് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരമായി അറ്റാക്ക് ചെയ്യുന്ന UDF-നെ, കോൺഗ്രസിനെ. ചേലക്കരയിൽ നമുക്കത് മനസ്സിലാക്കാം, വയനാട്ടിൽ നമുക്കത് മനസ്സിലാക്കാം. ഇവിടെ ഒരു കാരണവശാലും CPM-ന് മെച്ചമില്ലാത്തൊരു മണ്ഡലത്തിൽ ഇപ്പം നമ്മളെ അറ്റാക്ക് ചെയ്തോട്ടെ, നമ്മളെ അറ്റാക്ക് ചെയ്യേണ്ട എല്ലാ സാഹചര്യവും അവർക്ക് അവകാശമുണ്ട്. വ്യാജമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു, അതും അവർ ചെയ്തോട്ടെ, അവരുടെ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണെന്ന് പറയും. പക്ഷേ എന്തുകൊണ്ടാണ് BJPക്കെതിരെ പറയാത്തത്? നിങ്ങൾക്കൊരു കാര്യം അറിയോ? വയനാടിന് കേന്ദ്രവിഹിതം കിട്ടുന്നില്ല എന്നിവിടെ ആദ്യം റേസ് ചെയ്തത് ഞാനാണ്. ഇപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ ആരെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. പാലക്കാട് ചർച്ച ചെയ്യണ്ടേ? BJP-ആയിട്ട് മത്സരിക്കുന്ന മണ്ഡലത്തിൽ അതല്ലേ ചർച്ച ചെയ്യേണ്ടത്? ശ്രീ KM-ന്റെ പ്രസംഗം നിങ്ങൾ എടുത്തു നോക്കൂ. KM അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെങ്കിൽ അതിന് കണ്ടിന്യൂറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ഒരു വാചകമല്ലോ, അതിന്റെ കണ്ടിന്യൂറ്റി ഉണ്ട്. ആ കണ്ടിന്യൂറ്റിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഇവർ തമ്മിലുള്ള ഡീലിനെ പറ്റിയും ഒത്തുകളിയെ പറ്റിയുമാണ്. അത് കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ശ്രീ VD സതീശനും അത് തന്നെയാണ് പറയുന്നത്. നമ്മളെല്ലാ മണ്ഡലത്തിലും മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന അവരുമായിട്ട്, പക്ഷേ അവർക്ക് തന്നെ താല്പര്യമില്ല. അവർ വോട്ട് BJP-യിലേക്ക് ഒഴുകട്ടെ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു വിവാദത്തിന്റെ അടിസ്ഥാനമില്ല. ഞാനാണെങ്കിൽ അത് ആരുടെയൊക്കെയോ ചില താല്പര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ ശ്രീ KM-ന്റെ പത്രസമ്മേളനം കണ്ടു. ശ്രീ KM-ന്റെ പത്രസമ്മേളനത്തിലെ ഒരു വാചകം അടർത്തെടുത്തിട്ടാണ് ടൈറ്റിൽ കാർഡുകളും കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ പ്രസ് കോൺഫറൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിന്റെ ഘടകവിരുദ്ധമായിട്ടുള്ളതാണ് പല ടൈറ്റിൽ ടൈറ്റിലുകളും. അപ്പം അദ്ദേഹത്തിന്റെ നിലപാട് വളരെ കൃത്യമായി പറഞ്ഞല്ലോ, വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ.